നമസ്കാരം. എല്ലാ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ്. ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. പേയ്മെന്റ് ഓഫ് സാലറി, പേയ്മെന്റ് ഓഫ് റെന്റ്, പർച്ചേസ് ഓഫ് ഗുഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാം. വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് പ്രധാനമായും രണ്ട് കോൺസെപ്റ്റുകളുണ്ട് കേട്ടോ. ഒന്ന് ഗ്രോസ് കോൺസെപ്റ്റ്. ഗ്രോസ് കോൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സുകളുടെ ടോട്ടലാണ്. ഗ്രോസ് കോൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആഗ്രിഗേറ്റ് ഓഫ് കറണ്ട് അസറ്റ്സ് ആണ്. എന്താണ് കറണ്ട് അസറ്റ്സ്? ക്യാഷും എളുപ്പത്തിൽ നമുക്ക് 1 ഇയറിനുള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ അസറ്റ്സുകളെയും നമ്മൾ കറണ്ട് അസറ്റ്സ് എന്നാണ് പറയുക. അതിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്രൂഡ് ഇൻകം, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇതെല്ലാം ഉൾപ്പെടുന്നു കേട്ടോ. രണ്ടാമതൊരു കോൺസെപ്റ്റ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അനുസരിച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. അതായത് എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലൈബിലിറ്റി. എന്താണ് കറണ്ട് ലൈബിലിറ്റി? നമ്മൾ 1 ഇയറിനുള്ളിൽ റീപേ ചെയ്യേണ്ട ലൈബിലിറ്റിയാണ്. ഉടനെ റീപേ ചെയ്യേണ്ട ലൈബിലിറ്റിയാണ് കറണ്ട് ലൈബിലിറ്റി. അതിനകത്ത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് ഒരു സാലറിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളാണ്. അതുപോലെ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇൻകം ടാക്സ് പേയബിൾ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇതെല്ലാം, അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതെല്ലാം കറണ്ട് ലൈബിലിറ്റി ആണ് കേട്ടോ. ഹാപ്പി ഡേ.